ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ DA വ്ളോഗ്സ്. ഈ വ്ളോഗ് മലയ്ക്ക് വന്ന ഒരു വ്ളോഗാണ്. മാല ഇട്ടിട്ടുണ്ട്, മാലയിടാൻ പോകുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ മലയ്ക്ക് നമ്മളങ്ങനെ മലയ്ക്ക് പോകാൻ പോവുകയുടെ കേസ്. നെയ് നിറയ്ക്കാനുള്ള തേങ്ങയുടെ കേസ്. ഇത് ഭാരം കിട്ടാനുള്ള ഓല എടുക്കാൻ പോകണം, കുരുത്തലി എടുക്കണം. ഓല വെട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പണയിലൊക്കെ വന്നിരിക്കുകയാണ്. 3 കിട്ടിയിട്ടുണ്ട്. ഓലയൊക്കെ എല്ലാം കുറച്ചൊക്കെ വെട്ടി, ഇനി ആവശ്യം വരുമോ അറിയത്തില്ല. അതായത് നമ്മൾ വെട്ടിയതൊക്കെ കാണിച്ചു തരാം. കുറച്ച് ധാരണമുണ്ട്, അവരൊക്കെ ഓരോ ആവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇത്രയും ഓലയുണ്ട്, കുരുത്തോല ഇത്രയും ആയിട്ടുണ്ട്. നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹാരം കെട്ടാനായിട്ട് ഇറങ്ങാം. രാത്രി നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. 8 മണിക്ക് വരാൻ പറഞ്ഞ സമയം 8:30 ഇനി ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. നാളെ രാവിലെയെങ്കിലും ചെയ്ത് തീരുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ പോകണം, എന്തെങ്കിലും ആകൂടാ എത്തിയ നമ്മളെ. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തതാണ്. നമ്മളിങ്ങനെ മലയ്ക്ക് പോണതും ആദ്യമായിട്ടാണ്. അല്ല, മുമ്പ് പോയിട്ടുണ്ട് വണ്ടിയിൽ. നമ്മൾ ഇവിടുത്തെ പയ്യന്മാർ ഇത്രയും ഗ്യാങ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും വീട്ടുകാരോടല്ലേ മലയ്ക്ക് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പയ്യന്മാർ മാത്രമായിട്ടൊരു മലയ്ക്ക് പോകുന്നു. അത് മാക്സിമം ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തനി മലയാളം വേണോ, അത് ഞാൻ നോർമലി സംസാരിക്കുന്നത്. എന്തെല്ലായിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും സാധനം തീർക്കണം. ഒന്നും ആയില്ല. ഇത് ചെയ്ത് തീർത്തിട്ട് വേണം ഇനി അടുത്ത മറ്റേ കുരുത്തോല എടുക്കണം. പോയില്ല അങ്ങോട്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിറകെ പോകേണ്ട അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. നിങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുന്നല്ലോ. വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തേങ്ങ ചെയ്തുകൊണ്ടിരുന്നു. കാര്യമുണ്ട്, നാളെ രാവിലെ പോയി എടുത്താലും മതി. പൂക്കൊലയല്ലേ എടുക്കണം, അത് മറക്കല്ലേ. പിന്നെ നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി ചെറിയ 2 വാഴയും കൂടെ കട്ട് ചെയ്യണം. എടാ, നമ്മൾ പോണ വണ്ടിയുടെ പേരൊന്നും പറഞ്ഞില്ലേ? വെയിറ്റ് ആൻഡ് സീ ഏതാണെന്ന്. കൊമ്പനൊന്നുമല്ല. അതെ. അതുകൊണ്ട് വലിയ ഹൈപ്പൊന്നും വേണ്ട. എന്തായാലും സാധനം നമ്മൾ അടിപൊളിയാക്കും. പക്ഷെ നമ്മളെല്ലാത്തിനും കൂടെ കാണും. നമ്മളെ ഇവിടുന്ന് ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു ഇതായിട്ട് പോയിട്ടില്ല. വണ്ടിയൊക്കെ കിടലായിട്ട് അലങ്കരിച്ചും ഇങ്ങനെ പയ്യന്മാർ സെറ്റ് ഒരുമിച്ചായിട്ട് ഇങ്ങനെ മലയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മൾ പോണത്. ഇത് ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റൂല. അത് ചെയ്യട്ടെ. ആദ്യം നമ്മൾ എല്ലാ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇറുത്തെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് വേണം ഇത് സ്റ്റാപ്ലർ അടിച്ചിട്ട് ഇതിൽ കുരുത്തേനെ മാല രൂപത്തിലാക്കി എടുക്കണം. ഏകദേശം മാലെന്ന് പറയാൻ പറ്റില്ല, പകുതിയോളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് എടുത്തിട്ട് ഒരു സെറ്റ് ഇതിനെടുത്തിട്ട് വേണ്ട രീതിയിൽ അതിനെ കട്ട് ചെയ്തുള്ള അളവിനെടുത്തിട്ട് അടുത്ത സെറ്റ് സ്റ്റാപ്ലറിന്റെ പിന്നടിക്കും. ഇങ്ങനത്തെ രീതിയിൽ അടിച്ചെടുക്കുന്നു. അത് ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നിന്ന് അടുത്തത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മാല കെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ സെറ്റ് ചെയ്തെടുക്കണം. നാളെ രാവിലെ വെളുക്കുമ്പോൾ വരെ ചെയ്യേണ്ടി വരും എന്ന് തോന്നണം. എന്താണ് കെട്ടി പകുതിയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ കയറി പോയായിരുന്നു. എനിക്ക് പിറ്റേ ദിവസം ജോലിക്ക് വന്നു. പിന്നെ അവിടെ അവരെ കിടന്ന് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിയും ഒരു ഇതായിട്ടൊക്കെ അവർ ഹാരം കെട്ടി തീർത്ത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ ഹാരം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ആയത്. ഇവിടെ പങ്കാലത്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാണ് മലയ്ക്ക് പോണത്. ഞാനിന്നൊരു 12 മണി വരെ ഹാരം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി സംബന്ധമായിട്ട് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോവുകയാണ്. ഞാൻ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തോളും. അപ്പോൾ അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് കയറി അവരെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം, അവരിങ്ങോട്ടേക്ക് പോകാൻ. ഓക്കെ, അപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറേ നേരം എത്ര 8 മണിക്കൂർ എങ്ങനെ പോകില്ലല്ലേ? 9 മണിക്കൂർ എങ്ങനെ തീർത്ത് ഞാൻ പോണു. പിന്നെ ഇരുട്ടറ
രാത്രി പോയി സ്പീക്കർ കൊടുത്തോണ്ടാ കൊള്ളാം. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്തില്ലേ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എത്തി. കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്തു. മലയ്ക്കുള്ള സമയം ഇനി അടുത്തെത്തി. നമ്മളിനിയിപ്പോൾ വണ്ടി ഇപ്പോൾ എത്തും. വണ്ടി അലങ്കരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്ന് നേരെ കെട്ട് നിറയുണ്ട്. കെട്ട് നിറച്ച് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ശബരിമലയിലേക്ക് ഒരു യാത്രയാണ്. വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ അലങ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ മലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി കുളിച്ചുകൊണ്ട് നേരെ കെട്ട് നിറയ്ക്കാൻ പോട്ടെ. വ്ളോഗ് എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആ കസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ കെട്ട് നിറയ്ക്കുന്ന വ്ളോഗ് ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എടുത്ത വീഡിയോസാണ് ഗെയ്സ് ഇപ്പോൾ നെയ്ത്തെങ്ങിൽ നെയ്യ് നിറയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് നെയ്യ് നിറച്ച് കെട്ടുകളെല്ലാം കെട്ടി ഞങ്ങളെല്ലാവരും പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്ക് കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതിനിടയിൽ നമ്മൾ വണ്ടിയിലെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, അതെടുക്കാനൊന്നും പറ്റിയില്ല. ഈ കെട്ട് നിറച്ചുകൊണ്ടിരുന്നതിനിടയിൽ നമ്മൾ വണ്ടി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മൾ അലങ്കരിച്ചത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത്. ഇങ്ങനെ കേസ് ഞങ്ങൾ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇരുമുടിക്കെട്ട് തലയിലെടുത്ത് ഞങ്ങളെ ശബരിമലയ്ക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അയ്യപ്പ അയ്യപ്പോ അയ്യപ്പ കണ്ണനെ നാഥനെ കാലിക്കമത്തെ സ്വാമിയെ കാണാം അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയെ സ്വാമിയെ കാണാം സ്വാമി ശരണം അയ്യപ്പോ സ്വാമിയെ വീരനെ കണ്ണനെ നാഥനെ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം അയ്യപ്പോ അങ്ങനെ അയ്യപ്പന്മാരായ ഞങ്ങളെല്ലാവരും കൂടി അയ്യനെ കാണാനായിട്ട് വണ്ടിയിൽ കയറി പോവാണ്. അങ്ങനെ വണ്ടിക്കകത്ത് നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസുകളും കളിച്ച് എല്ലാവരും ശരണം വിളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ച് നേരെ പിന്നെ വണ്ടി പമ്പ് കയറ്റിയായിരുന്നു എണ്ണ അടിക്കാനായിട്ട്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ഗെയ്സ്. പിന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം കടയിൽ ഹോട്ടലിലേക്ക് കയറുകയാണ് ഗെയ്സ്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി. കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പമ്പയിലോട്ട് പോവുക. പിന്നെ അവിടെ പോയിട്ട് കുളിച്ച് നേരെ പോകുന്നുണ്ട്. അങ്ങനെ പമ്പയിൽ പോകാനായിട്ട് നമുക്ക് നിലയ്ക്കൽ വരെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് KSRTC ബസ്സിൽ കയറി വേണം പമ്പയിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങൾ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക്.
പിന്നെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഇവിടെ നിന്ന് എടുത്തങ്ങ് ചാടിയല്ല. ആ എടുത്ത് ചാടി തല DA വ്ലോഗ് വന്നിട്ടുണ്ട് ഗൈസ്. ബ്രോ പമ്പിൽ തിരക്കില്ല എടീ പമ്പിൽ തിരക്കില്ല, വെള്ളത്തിലുണ്ടോ? ഞങ്ങൾ കുളിക്കാനുള്ളത് കുളിക്കുകയും ചിലർ ദേഹമൊക്കെ നനച്ചിട്ടൊക്കെ ഞങ്ങളങ്ങനെ മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ അല്ല അവിടെ നല്ല തിരക്കാണ് കേട്ടോ. സന്നിധാനത്തെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കയ്യനെ കാണാമെന്നുള്ള ഒരു സന്തോഷം ഞങ്ങളെ മനസ്സിലെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും ദുഃഖങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കയറി തുടങ്ങിയിരിക്കുകയാണ് അയ്യനെ കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ 18-ാം പടിയുടെ താഴെയാണ് ഞങ്ങളെല്ലാവരുമായിട്ട് എത്തിയത്. എല്ലാവരുടെയും മനസ്സിനുള്ള സന്തോഷം ഹാപ്പിയുണ്ട്. ഞങ്ങളെല്ലാം ഹാപ്പിയായിട്ടാണ് എല്ലാവരും മലയെ കയറിയത്. ഫോൺ വെച്ച് നമുക്ക് കൂടുതൽ സമയം അവിടെ ഒന്ന് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെയുള്ള എല്ലാം ഒന്ന് എടുത്തിട്ട് ഫോൺ വെച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് 18-ാം പടി ഫ്രണ്ടിൽ 18-ാം പടി കയറി തുടങ്ങിയിരിക്കുകയാണ്. അയ്യപ്പനെ കണ്ട് തൊഴുത് മല ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ അവരവണയും അപ്പോൾ എല്ലാം വാങ്ങുകയും ചെയ്തു. പോണ വഴിക്ക് മലയെണ്ണാനെയും പിന്നെ കുറേ കുരങ്ങുകളെയും. കൂടുതൽ വ്ളോഗൊന്നും എടുക്കുന്നില്ല. നേരെ പമ്പയിലെത്തി അവിടെ നിന്ന് പിന്നെ നിലയ്ക്കൽ ബസ്സിൽ കയറി നിലയ്ക്കലിലെത്തി. നമ്മളെത്തിയിരിക്കുന്നു വീട്ടില്. എല്ലാ സാധനങ്ങളൊക്കെ പറിച്ചു വണ്ടിയിൽ ആരുമല്ല ഊരിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി മാല ഊരി അവസാനിപ്പിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഞെക്കി പൊട്ടിച്ചോ. ഓക്കെ.